ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. നമ്മളെ ബീഫ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കല്ലിൻ്റെ മേലെ നമ്മൾ ബീഫ് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരായിരിക്കും ഇത് കഴിച്ചിട്ടുണ്ടാവുള്ളൂ. പൊതുവേ ആരും കഴിച്ചിട്ടുണ്ടാവില്ല, വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമ്മൾ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നേരെ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുകി വെച്ച ബീഫ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വളരെ കട്ടി കുറച്ച് എടുക്കണം. പിന്നെ നമുക്കിതിൽ ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഇനി കുറച്ച് ബീഫ് മസാലയും കൂടി ഇടാം. ഇനിയിപ്പോൾ ഞങ്ങൾ മല്ലിച്ചപ്പും പുതിനയും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുത്താണിത്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നല്ല അടിപൊളിയായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു ലേശം നാരങ്ങ പിഴിഞ്ഞെടുക്കാം. നമുക്കത് അത്യാവശ്യം വലിയ നാരങ്ങ എടുത്തേക്കണ്, അതിൻ്റെ ഒരു പകുതി പിഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ കയ്യിലേക്ക് വീഴുന്നത് കുരു പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്കൊരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇത് ഒന്നുകൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കുള്ളതിന് അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു കമ്പി അടിച്ച് കയറ്റാണ് ആദ്യം. അപ്പോൾ ഇതുപോലെ 3 കമ്പി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ കല്ല് വെക്കുക ചെയ്യുക.
അപ്പോൾ ഗൈസ് നമ്മുടെ കല്ലുമ്മ ചുട്ട ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കെച്ചപ്പിലാണ് ആദ്യം വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. അടിപൊളി, നല്ല എരിവുണ്ട്. പിന്നെ ആ കല്ലുമ്മയൊക്കെ ചുടുമ്പോൾ ഒരു ആവിയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അടിപൊളി, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണാം, നല്ല സോഫ്റ്റാണ്, നല്ല വെന്തിട്ടുണ്ട്. ഇതിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നല്ല കട്ടി കുറഞ്ഞിട്ട് എപ്പോഴും കട്ടിയായി ശ്രമിക്കുക, എന്നാൽ വേറെ അത്ര പണി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾ ഈ ഡിഷ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കണം, ലൈക്ക് അടിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ക്യാമറമാൻ ആബിദിനോടൊപ്പം ഇറ്റ്സ് മീ മിഥിലാജ് സൈനിങ് ഔട്ട്.